ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം വീഴു സ്വരങ്ങളും തഴുകി വരും ഗാനം. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ചൊരിയുമളവികിളമിഴികതിലതിയതി മൃദുല തരള പദ ചലന നടനമുതിരൂ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകെ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിൽ ഏതോ മേളം ഹൃദയധമനികളിലവയിലുണരുമൊരു പുതിയ പുളകമത ലഹരിയൊഴുകി വരുമരിക സുഖമേ ാരോമൽ തീരത്തിൽ അനുഭൂതികളിൽ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അടിപൊളി 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 സൂപ്പർ. വീടെവിടെയായിട്ടാ പൊന്നപ്പൻചേട്ടൻ്റെ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി അല്ലേ? ഇതിന്റെ തുടക്കം എവിടുന്നായിരുന്നു പൊന്നപ്പൻചേട്ടാ? ഇത് ആദ്യമായിട്ട് ആര് കണ്ടുപിടിച്ചു ഇങ്ങനെ പാടുന്ന ഒരാളാണെന്ന്? അത് വീഡിയോ എടുത്തത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോൻ RLB മ്യൂസിക് വിദ്യാർത്ഥി ആണ്. അവൻ്റെ കൂട്ടുകാരനായ അക്ഷയ് എന്നും പറഞ്ഞ് ഒരു കുട്ടി, അതും എൻ്റെ മോൻ്റെ പ്രായക്കാരനാണ്. ആ കൊച്ചിനെ എൻ്റെ പറഞ്ഞ് നമുക്കെന്നാ സാജൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛാ വൈകിട്ട് നിറങ്ങളെന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞ് എന്നെ കൊണ്ട് പാടിപ്പിച്ച. ഞാൻ പറഞ്ഞു നമ്മളെ കൂലിപ്പണിയൊക്കെ ചെയ്യുമ്പം പാടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, അച്ഛൻ പഠിക്കുമോ എന്ത്, അതിന് ധൈര്യം തന്ന ഈ പുള്ളിയാണ്. ഈ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ആള് സ്ഥലത്തില്ല, അങ്ങ് ഒമാനിലും കണ്ട. ഈ മോൻ RLBയിലാണോ പഠിക്കണത്? ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, പൊന്നപ്പൻചേട്ടൻ ചെറുപ്പത്തിലെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓയ്യോ, മോൻ ഗായകനാണോ? ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന ആണോ? എങ്ങനെ പാടാതിരിക്കും, അച്ഛൻ ഇതല്ലേ. മോളും പാടും. പക്ഷേ മോനുണ്ടെങ്കിലും അച്ഛനാണ് കയറി വൈറലായത്. അതെ അതെ. അല്ല, നല്ല ശബ്ദവും കാര്യങ്ങളും എല്ലാം ചേട്ടനെ തന്നിട്ടുണ്ട്. അപ്പൊ പൊന്നപ്പൻചേട്ടാ, ഞാൻ അധികം വൈകണ്ട, നമുക്ക് പ്രമദവനത്തിലേക്ക് കയറാം. അതെ, ഓക്കെ. ആ
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കരിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിൽ ഒരു വനമലരായി ഒഴുകിയ ഞാൻ ഏതേതോ കഥയിൽ യമുനയിൽ ഒരു വനമലരായി ഒഴുകിയ ഞാൻ കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവസംഗമ ഗീതയുണർത്തുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുപിണി തീർക്കണമായ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുപിണി തീർക്കണമായ ഇതുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗസംഗമ ഗീതയുണർത്തുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. അടിപൊളി അടിപൊളി. എന്ത് രസമായിട്ട് എന്ത് നല്ല സൗണ്ട്. അത് ഒരു ഋതത്തിന്റെ സപ്പോർട്ട് ഇല്ല കേട്ടോ. ഒരു ഋതത്തിന്റെ സപ്പോർട്ട് ഇല്ല. ഉള്ളി ബെല്ലും ആ കോഴ്സുകളും കേട്ട് മാത്രം ആ പാട്ട് അത്രയും ശ്രുതി ചേർന്നാ പാടുന്നത്. അതെ അതെ അതെ, അസാധ്യം. അടിപൊളി. അത് സംഗീതം കൂടെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. പൊന്നപ്പൻ എന്താ ജോലി? കൂലിപ്പണിയാണല്ലോ. ഓക്കെ. എവിടെ വീടെന്ന് പറഞ്ഞത്? ചങ്ങനാശ്ശേരി വാഴപ്പള്ളി എന്ന് പറയും. വാഴപ്പള്ളി അറിയാം. ചേട്ടൻ അപ്പൊ ഞാൻ ചോദിക്കണേ, ഇത്ര ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫ്ലോറിൽ കയറി അങ്ങനെ സ്റ്റേജുകളിലൊക്കെ കയറിയാൽ ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പാടാൻ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ പോയി. ഞങ്ങളുടെ അവിടെ ഒരുപാട് നടത്തി കൊടുത്തു. ഇത്രയും നല്ല ഗായകൻ ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ടുള്ള അതെനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് പ്രോഗ്രാംസ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചു തുടങ്ങുക. അതെ അതെ അതെ, വലിയ ഭാഗ്യം ചെയ്യുന്ന ഫ്ലോർ അത്. അതെ, ഈ പൊന്നപ്പച്ചേട്ടന്റെ ഭാഗ്യം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറങ്ങളെ പാടിയല്ലേ വൈറലായത് അല്ലേ? അപ്പൊ നമുക്ക് നിറങ്ങളെ കാഴ്ചയല്ല. അതെ ഓക്കെ. നിറങ്ങളെ പാടൂ നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമായ ലഹരിതൻ ലയപരവാസന്ത നിറങ്ങളെ പാടൂ
മഴവിൽ കൊടിയിൽ അഴിയുമായി മനസ്സിലേറനം രതിമന്ത്രമായി വിടരും തലങ്ങളിൽ ഒഴിയും ലജ്ജയായി വിടരും തലങ്ങളിൽ ഒഴിയും ലജ്ജയായി ഒഴിയും പൂമ്പൊടി മഴയുടെ ഈണമാ നിറങ്ങളെ ആടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയ ലഹരിത്തൻ ലയപരവാസന്ത നിറങ്ങളെ ആടൂ